മറ്റുള്ളവരും തീരുമാനിക്കുന്നത്. അപ്പം ഞാനത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ലല്ലോ. റോഷൻ, ഇതൊരു 80 XRME വെഹിക്കിളാണ്. 80 XRME എന്ന് പറയുമ്പം ആദ്യകാലത്തൊക്കെ 15 കൊല്ലവും അതിനു മുമ്പ് 20 കൊല്ലവും ആകുമ്പോഴാണ് വണ്ടികൾ ഓപ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു 65 വില്ലീസ് വെഹിക്കിളാണ്. ഇത് അങ്കമാലിലുള്ള മിസ്റ്റർ ദീപു എന്ന് പറഞ്ഞ ഒരാളുടെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വണ്ടിയാണ്. അവർ ആദ്യത്തെ ജനറേഷൻ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ജനറേഷൻ വന്നപ്പോൾ ഇതിനോട് താല്പര്യമില്ലാതെ ചുമ്മാ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ ജനറേഷൻ വന്നപ്പോൾ ഇവരത് റീസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞ് ചേസും എഞ്ചിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കഴിവിൻ്റെ ഒരു പരമാവധി അനുസരിച്ച് ആ വണ്ടി പണിതെടുത്തു. പാർട്സിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. തമിഴ്നാട്ടിലും ബോംബെയിൽ നിന്ന് വരെ പാർട്സ് വരുത്തിയാണത് റീസ്റ്റോർ ചെയ്തത്. ഒരു 95% വണ്ടിയുടെ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾ വേറെ പുതിയ മോഡൽ വണ്ടിയുടെ ജീപ്പിൻ്റെ തന്നെ പുതിയ മോഡൽ വണ്ടിയുടെ അഡാപ്റ്റ് ചെയ്യുമായിരുന്നു. പൊതുവേ പറയുകയാണെങ്കിൽ വണ്ടി ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ആ വണ്ടി പണിതിട്ടുണ്ട്. ചേട്ടാ, നമുക്ക് ഈ വണ്ടി റെഡിയാക്കി എടുക്കുന്നതിന് എത്ര നാളെടുത്തിപ്പോൾ? ഇതിപ്പോൾ സമയം കൂടുതലെടുത്ത്. കാരണം ഇതിൻ്റെ പാർട്സിൻ്റെ പാർട്സ് കിട്ടാനില്ലായിരുന്നു. ആദ്യം എൻജിന് കംപ്ലൈൻറ്റ് വന്നു. എൻജിൻ രണ്ടാമത് റെഡിയാക്കേണ്ടി വന്നു. പിന്നെ ഗിയർ ബോക്സ്, അങ്ങനെ ഒത്തിരി സമയമെടുത്ത്. 2020 ലാസ്റ്റ് വന്ന വണ്ടിയാണ്. 1 വർഷത്തോളം എടുത്തതിൻ്റെ പണിക്ക്. നമുക്കിപ്പം ബോഡിയുടെ പണി, പെയിൻറ്റിങ്, വയറിങ് ഇതിനൊന്നും താമസം വരികയില്ല. ബാക്കി പണികൾക്കാണ് താമസം വരുന്നത്. പാർട്സ് കിട്ടാനുള്ള താമസമേ ഉള്ളൂ. പാർട്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇതിൻ്റെ എയർ ക്ലീനറിൻ്റെ ഓസ് ഇവിടെ എങ്ങും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ പൊള്ളാച്ചിയിലൊരു കടയിൽ പോയാണ് വാങ്ങിച്ചത്. നേരത്തെ ഇവിടെയൊക്കെ 200 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇപ്പോഴത്തെ അതിൻ്റെ വില 950 രൂപയാണ് കടക്കാരൻ തരുന്ന വില. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരുന്നു. നമുക്കിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. റെഗുലറായിട്ട് യൂസ് ചെയ്യാം. പെട്രോളിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് കസ്റ്റമർ തയ്യാറാണെങ്കിൽ വണ്ടി റെഗുലറായിട്ട് യൂസ് ചെയ്യാം. മൈലേജൊക്കെ കിട്ടുമായിരിക്കും? ഇതിന് മൈലേജ് ഒരു ആവറേജ് മൈലേജ് എന്ന് പറയുന്ന ഒരു 9 കിലോമീറ്ററുള്ളിൽ പ്രതീക്ഷിക്കേണ്ട. നമുക്കിപ്പം ഈ വണ്ടി പണി തീർന്ന് ഇറങ്ങിയിരിക്കുന്നത് പക്കാ സ്റ്റോക്ക് കണ്ടീഷനിലാണോ? ഇത് സ്റ്റോക്ക് കണ്ടീഷനാണോ എന്ന് ചോദിച്ചാൽ റോഷൻ, ഈ വണ്ടി ഒറിജിനൽ ഹൈ ബോണറ്റ് വണ്ടിയാണ്. ലെഫ്റ്റ് ഹാൻഡ് ഹൈ ബോണറ്റ് വണ്ടിയാണ്. പക്ഷേ ഇവർക്കത് ലോ ബോണറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ലോ ബോണറ്റാക്കിയാണ് പണിതത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഇതുള്ളൂ. ലോ ബോണറ്റ് ആക്ച്വലി 52 വരെ വരുന്നുള്ളൂ. അതിനുശേഷം ഹൈ ബോണറ്റാണ് വരുന്നത്. അപ്പോൾ ഇത് ഹൈ ബോണറ്റ് വണ്ടിയാണ് ഒറിജിനലി. പിന്നെ അവർക്ക് ലോ ബോണറ്റ് ആക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ ലോ ബോണറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഈ വണ്ടിയുടെ കളർ എന്നാണ്? ഇതിൻ്റെ കളറ് ഒലിവ് ഗ്രീൻ.
ഈ ഒരു കളറിൽ വന്നിരുന്നതാണോ ഈ വണ്ടി? ഈ വണ്ടി ഈ കളർ ഇങ്ങനെയുള്ള കളറിൽ വന്നിട്ടുണ്ട്. ഇത് മിലിറ്ററി കളറിനോട് സിമിലാരിറ്റി ഉള്ള ഒരു കളർ. ഈ കളറിൽ ഈ വണ്ടി വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഈ വണ്ടിയുടെ പടുത ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ അത് എവിടെയാണ് തയ്പ്പിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? പടുത ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. ഇതിൻ്റെ ക്യാൻവാസ് ഇമ്പോർട്ടഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് അബുദാബിയിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരോട് വാങ്ങിച്ചിട്ട് ഇത് തയ്പ്പിച്ചതാണ്. നമ്മൾ ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആരൊക്കെ ചേർന്നിട്ടാണ്? വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റാഫുണ്ട്. മെക്കാനിക്കൽ വർക്ക് ചെയ്യാനായിട്ട് വിജയൻ ഉണ്ട്, സീനിയർ മെക്കാനിക്ക്. പിന്നെ വേറെ സതീഷ് എന്ന് പറഞ്ഞൊരു മെക്കാനിക്കുണ്ട്. പിന്നെ സുനിൽ എന്ന് പറഞ്ഞൊരു മെക്കാനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബോഡിയുടെ വർക്ക് ചെയ്യാനാണെങ്കിൽ ശേഖരൻ, രഘു, അങ്ങനെ ആളുകളുണ്ട്. പെയിൻറ്റിങ് വർക്ക് ചെയ്യാൻ സോമൻ, മോഹനൻ, ജിജി, അങ്ങനെ അവർ 3 പേരുണ്ട്. ഒരു ടീം വർക്കായിട്ട് ചെയ്താലേ ഈ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള വർക്കുകൾ പ്രോജക്റ്റ് ഏറ്റെടുത്താൽ ടീം വർക്കായിട്ടേ പറ്റുള്ളൂ. നമുക്കിനി ഇതുപോലുള്ള ജീപ്പുകൾ കിടപ്പുണ്ടോ റെസ്റ്റോറേഷന് വേണ്ടിയിട്ട്? ഇതുപോലത്തെ പെട്രോൾ ജീപ്പ് ലെഫ്റ്റ് ഹാൻഡ് ഇപ്പം 3 വണ്ടിയും കൂടെ വന്നിട്ടുണ്ട്. ഒരു വണ്ടി തിരുവനന്തപുരത്തു നിന്ന് വന്നിട്ടുണ്ട്, ഒരു വണ്ടി പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇനിയൊരു വണ്ടി തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി വന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന വണ്ടിയുടെ ചേസിൻ്റെ വർക്ക് കഴിഞ്ഞ് ഗിയർ ബോക്സിൻ്റെ പണി കഴിഞ്ഞു. എൻജിൻ ചേസിൽ ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ നിന്ന് വന്ന വണ്ടിയുടെ പണി ചേസിൻ്റെ വർക്ക് നടക്കുന്നു. തിരുവനന്തപുരത്തു നിന്ന് വന്ന വണ്ടി പണി തുടങ്ങിയിട്ടില്ല. അത് ഇവിടെ പാർട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു 80% പാർട്സ് ഞങ്ങളുടെ കൈ ലഭിച്ചതിന് ശേഷമേ പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്താലും വണ്ടി അടിപൊളിയായിട്ടോ? വണ്ടി അതിപ്പോൾ അടിപൊളിയാണോ എന്ന് വണ്ടിയുടെ ഉടമസ്ഥരും കാണുന്നവരും തീരുമാനിക്കുന്നത്. ഇപ്പം ഞാനത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ലല്ലോ. നമ്മളെക്കാളും എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ ഈ രംഗത്തുണ്ട്. റോഷൻ, വണ്ടികൾ നമുക്ക് എല്ലാ വണ്ടിയും പണിയാൻ പറ്റും. പക്ഷേ നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് സമയമാണ് വേണ്ടത്. ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്മിറ്റ് ചെയ്തേക്കുന്ന കുറേ വർക്കുകളുണ്ട്. അത് തീർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലാൻഡ് മാസ്റ്റർ 2 വന്ന് കിടപ്പുണ്ട്, പെട്രോൾ വണ്ടി. അംബാസഡർ പെട്രോൾ വണ്ടി ചെയ്യുന്നുണ്ട്, ഫിയറ്റ് പെട്രോൾ വണ്ടി ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ജീപ്പിനെ നമ്മൾ പവർ സ്റ്റിയറിംഗ് ആക്കുക, ഡിസ്ക് ബ്രേക്ക് ആക്കുക, 4 വീൽ ഡ്രൈവ് ആക്കുക, ഇങ്ങനെയുള്ള പണികൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ വന്നാലും ഒരു മാസം 2 വണ്ടിയെങ്കിലും പവർ സ്റ്റിയറിംഗ് ആക്കാനും ഡിസ്ക് ബ്രേക്ക് ആക്കാനും വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേണം ഇതുകൂടെ ചെയ്യാനായിട്ട്. കുറേ അധികം വണ്ടികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വണ്ടികൾ വന്നാലും ഇപ്പം നിലവിൽ നമ്മൾ അതിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട് അല്ലേ? മാറ്റിവിടുന്നത് നമ്മളോടുള്ള ഒരു താല്പര്യം കൊണ്ടോ അല്ലെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പേര് ഓരോരുത്തർ വരുന്നതല്ലേ. അപ്പോൾ അവരോട് നമ്മൾ സമയത്തിൻ്റെ കാര്യം പറയും. അവർ വില്ലിങ് ആണ്, നമുക്ക് വണ്ടി എടുക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ വണ്ടികൾ കിടക്കുന്നു. ഇപ്പോൾ ഒരു 2-3 വണ്ടിയുടെ പണി അർജൻറ്റായിട്ട് തീർക്കാനുണ്ട്. അത് തീർത്തുകൊണ്ടിരിക്കുക. പിന്നെ കാലാവസ്ഥ, കറണ്ട്, ഇതൊക്കെ നമുക്ക് അനുകൂലമായ ഒരു ഘടകമാണെങ്കിൽ മാത്രമേ ഉള്ളൂ വണ്ടി പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ.
Are you happy now?